നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് സർക്കാർ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ കമ്മ്യൂണിസ്റ്റ് ഭീകരത മോദി ഭരണത്തിൽ അന്ത്യശ്വാസം വലിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സൈന്യം 29 നക്സലുകളെ വധിച്ച കങ്കറിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മഹാദേവ് ആപ്പ് ബ്രാൻഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ഭരണത്തിലിരിക്കെ നക്സൽ ഭീകരർക്കെതിരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. എന്നാൽ സംസ്ഥാനത്ത് സർക്കാർ മാറിയതോടെ സാഹചര്യങ്ങളും മാറി. ജനങ്ങളും പോലീസും സൈന്യവും ഒറ്റക്കെട്ടായി ഭീകരതയെ തുരത്തിയെന്നും അമിത്ഷാ പറഞ്ഞു. 4 മാസത്തിനുള്ളിൽ 90 നക്സലുകളെ കൊന്നു. 250 പേർ കൂടി കീഴടങ്ങി. ഛത്തീസ്ഗഡിൽ നിന്ന് നക്സലും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബാസ്തറിലും കങ്കറിലെ വനവാസി മേഖലയിലുള്ളവർ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഭീതിയുടെ അന്തരീക്ഷം BJP സർക്കാർ ഇല്ലാതാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടി രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ പരാമർശം അവരെ പ്രകോപിപ്പിച്ചിരുന്നു. രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ ന്യൂനപക്ഷങ്ങളാണ് എന്ന് പറഞ്ഞ അവരുടെ പ്രകടന പത്രികയിലാണ് എല്ലാവരുടെയും സ്വത്ത് സർവേ നടത്തുമെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞുവെന്നാണ് അവരെ പ്രകോപിപ്പിച്ചത്. പ്രകടന പത്രികയിൽ സർവേയെക്കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും വിഭവങ്ങളുടെ കാര്യത്തിൽ ആദ്യ അവകാശം ന്യൂനപക്ഷങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടി രാജസ്ഥാനിലെ ബഗുസ്വരയിൽ പ്രധാനമന്ത്രി നടത്തിയ പരാമർശം അവരെ പ്രകോപിപ്പിച്ചിരുന്നു. എല്ലാവരുടെയും സ്വത്ത് സർവേ നടത്തുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞുവെന്നാണ് അവരെ പ്രകോപിപ്പിച്ചത്. പ്രകടന പത്രികയിൽ സർവേയെക്കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും വിഭവങ്ങളുടെ കാര്യത്തിൽ ആദ്യ അവകാശം ന്യൂനപക്ഷങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാൽ BJP പറയുന്നു വിഭവങ്ങളുടെ കാര്യത്തിൽ അവകാശം ദാരിദ്ര്യർക്കും വനവാസി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കുമാണെന്നും അദ്ദേഹം പറഞ്ഞു.